ഹലോ കൂട്ടുകാരെ. അങ്ങനെ മഴത്തോരും മുമ്പേ സീരിയലിൻ്റെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ വൈജയന്തി പറയുന്നുണ്ട് കേട്ടോ, ഞാൻ മുമ്പ് 2 തവണ വാണിംഗ് തന്നതാ. നിസ്സാരായിട്ട് കരുതണ്ട കമലടത്തി. മനു അനീനയും തമ്മിൽ ഇഷ്ടത്തിലാ. അപ്പം കമല പറയുന്നുണ്ട്, അവനാണല്ലോ അവളെ കഴക്കൂട്ടത്തുനിന്ന് കൊണ്ടുവന്നത്. അതിൻ്റെ ഒരു താല്പര്യം മാത്രമേ ഉള്ളൂ. വല്ല വീട്ടിലും അടുക്കള ജോലിക്ക് നിൽക്കുന്ന പെണ്ണിനെ കെട്ടാൻ അവൻ എന്നാ പൊട്ടനാണോ വൈജയ്? അപ്പം വൈജയന്തി പറയുന്നുണ്ട്, ആ അവസാനം കിച്ചൺ സ്ലാബ് ചാരി നിന്നവള് ചെക്കനെയും കൊണ്ട് പോവും. അപ്പം കമല പറയുന്നുണ്ട്, എങ്ങോട്ട് കൊണ്ടുപോകുന്നാ? പ്രേമം തലയ്ക്ക് പിടിച്ച പിന്നെ എന്നതാ ചെയ്യാൻ പാടില്ലാത്തത്? ഹിമാലയം വരെ ചാടിക്കിടക്കും. അവസാനം കൈതക്കൽ മാളിക വീട്ടിൻ്റെ താക്കോലേ അവളുടെ കയ്യിലിരിക്കും. അപ്പം കമല പറയുന്നുണ്ട്, മരിക്കുന്നതിന് മുമ്പേ വൈജയുടെ അച്ഛൻ ചെയ്തു വെച്ച പണിയല്ലേ ഇത്. അങ്ങനെ എൻ്റെ അച്ഛൻ എന്ന് മാത്രം പറയണ്ട, ശിവേട്ടൻ്റെ കൂടി അച്ഛനാ. അപ്പം കമല പറയുന്നുണ്ട്, എന്തായാലും സ്വന്തം മകളുടെ കുടുംബം കലക്കാൻ പറ്റിയല്ലോ വയസ്സാം കാലത്ത്. ആ സമയം വൈജയന്തിയുടെ ഫോൺ റിങ് ചെയ്യുന്നുണ്ട് കേട്ടോ. മുത്തശ്ശിയാണ് വിളിക്കുന്നത്. അങ്ങനെ വൈജയന്തി ഫോൺ എടുക്കുന്നുണ്ട് കേട്ടോ. എന്താ അമ്മേ? നീ ഇപ്പം എവിടെയാ? ഉച്ചയ്ക്ക് മുമ്പേ ഇറങ്ങിപ്പോയതാണല്ലോ. അപ്പം വൈജയന്തി പറയുന്നുണ്ട്, എന്നെ ആരും അന്വേഷിക്കണ്ട. ആ നീ എവിടെയാന്ന് പറ. ഞാൻ എവിടെയെങ്കിലും ആയിക്കോട്ടെ, അമ്മയ്ക്ക് ഇഷ്ടമുള്ളവരെല്ലാം അവിടെ ഉണ്ടല്ലോ. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, ഇവിടെ 2-3 പിള്ളേരുണ്ടല്ലോ, അവരെന്നാ ചെയ്യണം? അമ്മ ഒന്നും ചെയ്യണ്ട, അവിടെ എങ്ങാനും അടങ്ങിക്കിടന്നാൽ മതി. എൻ്റെ മക്കളെല്ലാം സ്വന്തം കാര്യം ചെയ്യാൻ പ്രാപ്തിയായവരാ. അപ്പം മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, നീ കൊല്ലപ്പള്ളിയിലാണോ? ഞാൻ ഏത് പള്ളിയിലായാലും അമ്മയ്ക്ക് എന്നാ? അമ്മയുടെ കാര്യങ്ങളെല്ലാം നന്നായി നടക്കുന്നുണ്ടല്ലോ. അപ്പം നീ ഇങ്ങോട്ട് വരുന്നില്ലേ? അപ്പം വൈജയന്തി പറയുന്നുണ്ട്, ഇല്ല, ഞാനല്ലേ ആർക്കും വേണ്ടാത്തവള്. എല്ലാവർക്കും വേണ്ടപ്പെട്ടവൾ അവിടെ ഉണ്ടല്ലോ. അപ്പം മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, നീ എല്ലാം വെച്ചൊഴിഞ്ഞു കൊടുത്തോ? ഞാൻ അവിടെ നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഉണ്ട് അവിടെ. അതിന് വെച്ച വെള്ളേ അങ്ങ് വാങ്ങി വെച്ചേക്ക്. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, ഓ സമാധാനം, അപ്പം നീ സന്യസിക്കാൻ പോകുന്നില്ല. അതിന് സമയമാകുമ്പോഴേ ഞാൻ അമ്മയെ അറിയിക്കാം. അപ്പം മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എടി നീ എന്തിനാ എന്നോട് ചൂടാവുന്നേ? ഞാൻ നിന്നെ വല്ലതും ചെയ്തോ? അപ്പം വൈജയന്തി പറയുന്നുണ്ട്, അമ്മയ്ക്കും കൂറ് എവിടെയാണെന്നൊക്കെ എനിക്ക് മനസ്സിലായി. തിന്നുന്നതാണെങ്കിലോ എൻ്റെ ചോറും. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, പോടി അവിടെ നിന്ന്. ഞാൻ ഉണ്ണുന്നതേ ബാലേന്ദ്രൻ്റെ ചോറാ. നിന്റെ ശമ്പളം മുഴുവൻ നീ സമ്പാദിക്കുകയല്ലേ, 5 പൈസ പോലും ചിലവാക്കാതെ. അപ്പം വൈജയന്തി പറയുന്നുണ്ട്, അത് ആർക്ക് വേണ്ടിയായി സമ്പാദിക്കുന്നേ? പിന്നെ കുഴിയിലോട്ട് കാല് നീട്ടിയിരിക്കുന്ന എനിക്ക് വേണ്ടിയല്ലേ. പരലോകത്തോട്ട് ചെല്ലുമ്പോഴേ എനിക്ക് ഉണ്ണാനും ഉടുക്കാനുള്ള വക. അപ്പം വൈജയന്തി പറയുന്നുണ്ട്, അമ്മ ഫോൺ വെച്ചേ, വെറുതെ എന്തിനാ അതും ഇതും പറഞ്ഞ് മുഷിയുന്നേ? അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, ആ ഞാൻ വെച്ചേക്കാം. കമല ആട്ടുന്നതിന് മുമ്പേ അവിടെ നിന്ന് ഇറങ്ങിക്കോണം, അതാ നല്ലത്. അങ്ങനെ വൈജയന്തി ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ കമലോടായിട്ട് പറയുന്നുണ്ട്, അമ്മയാ, എവിടെയാണെന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ. അപ്പോൾ കമല പറയുന്നുണ്ട്, ആ നീ ഏതായാലും ഇരിക്കി. അലീനയുടെ കാര്യത്തിൽ ഒരു തീരുമാനത്തിലെത്തണ്ടേ? ഞാൻ ശിവേട്ടനെ ഒന്ന് വിളിച്ച് പറഞ്ഞാലോ? അപ്പോൾ വൈജയന്തി ചോദിക്കുന്നുണ്ട്, ശിവേട്ടനെ വിളിച്ചിട്ട് എന്നാത്തിനാ? ശിവേട്ടൻ വരുമോ ഇങ്ങോട്ട്? അപ്പോൾ കമല പറയുന്നുണ്ട്, ഏതായാലും നിങ്ങളുടെ വഴക്ക് തീർക്കാൻ വേണ്ടി ലീവ് എടുത്ത് ഫ്ലൈറ്റ് കയറി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഫോണിൽ ബാലേന്ദ്രനെ വിളിച്ച് ചിലപ്പോൾ കോംപ്രമൈസ് ആക്കാൻ നോക്കുമായിരിക്കും. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, ബാലേന്ദ്രനെ ഫോണിൽ വിളിച്ച് സംസാരിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. രാജീവനും ശിവേട്ടനും കൂടി വരണം. രാവുണ്ണി അമ്മാമ്മയുടെ മക്കളെയും കൂടി വിളിക്കണം. 4-5 ആണുങ്ങൾ ബാലേന്ദ്രൻ്റെ മുമ്പിൽ ചെന്ന് നിന്ന് സംസാരിക്കണം. അപ്പം ബാലേന്ദ്രൻ ശരിക്കും ഒന്ന് പേടിക്കും. അതല്ലാതെ നമ്മൾ അവിടെ ഇവിടെ നിന്നുകൊണ്ട് ഫോൺ വിളിച്ച് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അപ്പം കമല പറയുന്നുണ്ട്, എല്ലാവരും അങ്ങ് എബ്രോഡല്ലേ വൈജയ്, നിൻ്റെയും ബാലേന്ദ്രൻ്റെയും വഴക്ക് തീർക്കാൻ വേണ്ടി അവർ ഫ്ലൈറ്റും പിടിച്ചു വരുമോ? ആരുടെയെങ്കിലും മരിപ്പിന് വരെ വരാൻ ഭയങ്കര മടിയുള്ള ആൾക്കാരാ. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, തടിമാടന്മാരായ 3 ആങ്ങളമാരുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? പെങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാവുമ്പോൾ ഒരാങ്ങളെയും കാണത്തില്ല. അപ്പോൾ കമല ചോദിക്കുന്നുണ്ട്, ഒരാളുണ്ടായിരുന്നല്ലോ, ഗംഗേട്ടൻ. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, ആ നന്നായി. ഗംഗേട്ടൻ ബാലേന്ദ്രൻ്റെ സൈഡും പറഞ്ഞ് എനിക്കിട്ടൊരു അടിയും തന്നിട്ടാ പോയത്. നല്ല ഏട്ടൻ. അപ്പം കമല ചൂട് പിടിപ്പിക്കാൻ വേണ്ടി പറയുന്നുണ്ട് കേട്ടോ, അതൊക്കെ എൻ്റെ ആങ്ങളമാർ. ശിവേട്ടൻ എൻ്റെ നേർക്കൊന്ന് കണ്ണുരുട്ടി കാണിച്ചാൽ മതി, ചാടി വരും എൻ്റെ ആങ്ങളമാർ. ശിവേട്ടനെ വരച്ച വരയിൽ അവർ നിർത്തും. അപ്പം വൈജയന്തി പറയുന്നുണ്ട് കേട്ടോ, പണ്ടൊക്കെ എൻ്റെ ആങ്ങളമാരും അങ്ങനെ തന്നെയായിരുന്നു. പണ്ട് ബാലേന്ദ്രൻ എനിക്കൊരു ലവ് ലെറ്റർ തന്നതിനാ അച്ഛനും ആങ്ങളമാരും കൂടി ബാലേന്ദ്രനെ വീട്ടിലോട്ട് വിളിപ്പിച്ച് മുഖത്തൊരടി കൊടുത്തത്. അവരുടെ ആ ശൗര്യമൊക്കെ എവിടെ പോയോ എന്തോ. അപ്പം കമല ഉപദേശിക്കുന്നുണ്ട്, വൈജയ് നീ വിട്ടുകൊടുക്കരുത്, മക്കളെ 3 പേരും നിൻ്റെ കയ്യിലെടുത്തോ.
കരഞ്ഞും പറഞ്ഞും എങ്ങനെയെങ്കിലും അവരെ വശത്താക്കണം. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, കൃഷ്ണമോളെ അവൾ അച്ഛൻ്റെ സൈഡാ. അപ്പോൾ കമല പറയുന്നുണ്ട്, അവളെയും കൂടി നിൻ്റെ കൂടെ നിർത്തണം. എന്നിട്ട് നിങ്ങൾ 4 പേരും കൂടി ഒറ്റക്കെട്ടായി അവളെ അവിടുന്ന് പുകച്ച് പുറത്ത് ചാടിക്കണം. രോഹിത്തിന് ഇത്രയും പ്രായമായില്ലേ, അവൻ ബാലേന്ദ്രൻ്റെ അടുത്ത് കൈ ചൂണ്ടി പറയണം, അച്ഛാ അച്ഛൻ്റെ ഫ്രോഡ് പണിയും ഉടായ്പും ഇനി ഈ വീട്ടിൽ നടക്കത്തില്ലെന്ന്. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, അവൻ അങ്ങനെ പറയാനുള്ള ധൈര്യമൊന്നുമില്ല. വൈജയ്, എന്തെങ്കിലും ചെയ്തേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ നിൻ്റെ പിടി വിട്ടുപോകും. പിന്നെ കാണിക്കുന്നത് മുത്തശ്ശീനെയും അലീനേനെയാണ് കേട്ടോ. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അവളെങ്ങും പോയിട്ടൊന്നുമില്ല, കൊല്ലപ്പള്ളിയിലുണ്ട്. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, ഭയങ്കര ദേഷ്യത്തിൽ തന്നെയാണോ? എടി കൊച്ചേ, ഈ ദേഷ്യം എന്ന് പറയണത് ആർക്കും എപ്പോഴും ഒരേ രീതിയിൽ കൊണ്ടടക്കാനൊന്നും പറ്റത്തില്ല. അത് വരും പോവും, പിന്നെയും വരും പോവും. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, മാഡം ഇന്ന് തന്നെ വരുമോ? പിന്നെ കമലയുടെ അടുത്ത് കൊടുക്കുമോ? നല്ല കാര്യമായിട്ടുണ്ട്. കമലക്കിട്ട് കുത്താൻ കഴിയുന്ന ഒരവസരം അവൾ കളയില്ല. സത്യം പറഞ്ഞാൽ കമലയ്ക്ക് വൈജയനും ഇഷ്ടമല്ല, വൈജയ്ക്ക് കമലേനും ഇഷ്ടമല്ല. അപ്പം അലീന പറയുന്നുണ്ട്, അതൊക്കെ എനിക്കറിയാം മുത്തശ്ശി, പക്ഷേ ഇവിടുത്തെ പ്രശ്നം അതൊന്നല്ല. സാറും മാഡും തമ്മിലുള്ള വഴക്ക് തീർത്തില്ലെങ്കിൽ കുട്ടികൾ അത് മുതലെടുക്കും. എന്നിട്ട് അവരെന്തെങ്കിലും തെറ്റ് കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കാൻ ചെന്നാൽ അവർ തിരിച്ചു ചോദിക്കാൻ നിൽക്കും, നിങ്ങളൊക്കെ ചെയ്തത് ശരിയായിരുന്നു എന്ന്. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, അത് ശരിയാ, അങ്ങനെ ഒരു കുഴപ്പം കിടപ്പുണ്ട്. മക്കൾക്ക് റോൾ മോഡലായി നിന്ന് നേർവഴി കാട്ടിക്കൊടുക്കേണ്ടവരല്ലേ ഈ അച്ഛനമ്മയും. എന്നിട്ട് അവർ തമ്മിൽ കലഹിക്കാന്ന് പറഞ്ഞാൽ മക്കൾ പിന്നെ ആരാശ്രയിക്കും, ആരെ വിശ്വസിക്കും? അവരുടെ സുരക്ഷിത ബോധം നഷ്ടപ്പെട്ടു പോയില്ലേ? അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, നീ പറയുന്നത് ശരിയാ, വൈജയ്ക്ക് ഇങ്ങനത്തെ ചിന്തയൊന്നും ഇല്ലയാവോ? അവനവൻ്റെ മക്കളല്ലേ എല്ലാത്തിലേക്കാട്ടും വലുത്. അപ്പം അലീന പറയുന്നുണ്ട്, ബബിതയുടെ പോക്ക് കണ്ടിട്ട് ഏതെങ്കിലും കുരുക്കിൽ പോയി ചാടാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. അവൾക്ക് നല്ല ശ്രദ്ധ കിട്ടേണ്ട സമയമോ. കൃഷ്ണമോള് നല്ല ക്രിയേറ്റിവിറ്റി ഉള്ള കുട്ടിയാണ്, അവൾക്ക് നല്ല പ്രോത്സാഹനം കൊടുക്കണം, അവളുടെ കൂടെ നിൽക്കണം. രോഹിത്താണെങ്കിൽ അധികം വൈകാതെ ഏതെങ്കിലും കുഴപ്പത്തിൽ ചെന്ന് ചാടുന്ന എല്ലാ ലക്ഷണങ്ങളും ഉണ്ട്. ഹരിയായിട്ടുള്ള കൂട്ടുകെട്ട് ഇപ്പോഴും ഉണ്ട്. ഇതൊക്കെ ആരാ കാണേണ്ടത്? ഞാനാണോ? ആദ്യം അവരുടെ അമ്മ, പിന്നെ അച്ഛൻ, പിന്നെ മറ്റു കുടുംബാംഗങ്ങൾ. വാസ്തവത്തിൽ എനിക്ക് ഒരു റോളും ഇല്ല മുത്തശ്ശി, വെറും കാഴ്ചക്കാരി. ബാലനും വൈജിയും തമ്മിലുള്ള വടംവലി നിർത്താൻ എന്താ ഒരു മാർഗം? അപ്പം അലീന പറയുന്നുണ്ട്, ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, മാഡം എല്ലാ ആയുധങ്ങളും താഴെ വെച്ച് കീഴടങ്ങണം, എല്ലാ തെറ്റുകളും ഏറ്റുപറഞ്ഞ് ക്ഷമയാചിക്കണം. അങ്ങനെയല്ലാതെ ഇത് തീരത്തില്ല മുത്തശ്ശി. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, വൈജയന്തിയെ കൊന്നാലും അവൾ ബാലേന്ദ്രൻ്റെ മുന്നിൽ മുട്ടുമടക്കത്തില്ല. അപ്പം അലീന പറയുന്നുണ്ട്, ആർക്കാ നഷ്ടം? മാഡത്തിന് ഒരിക്കലും ജയിക്കാൻ പറ്റത്തില്ല. തോൽക്കുമ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ചാണ് തോക്കുന്നത്. കയറിയിരിക്കുന്ന വെള്ളത്തിൻ്റെ അവിടെ ഇവിടെയും തുളയുണ്ടാക്കിക്കൊണ്ടിരിക്കുക മാഡം. വള്ളം മുങ്ങുമ്പോൾ എല്ലാവരും കൂടിയാണ് മുങ്ങുന്നേ. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, നീ പറയുന്നതൊക്കെ ശരിയാ, പക്ഷേ അവളെ ഇതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ആരുമില്ല. ആര് പറഞ്ഞാലും അവൾ കേൾക്കത്തുമില്ല. ഇനി വരുന്ന പോലെ അനുഭവിക്കുക. പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസമാണ് കേട്ടോ. അങ്ങനെ കമലയും വൈജയന്തിയും കൂടി ഡൈനിങ് ടേബിളിൽ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കമല ഒരാളെ ഫോൺ ചെയ്ത് ചോദിക്കുന്നുണ്ട്, ഞാൻ ഇന്നലെ ഒരു ഹോം നേഴ്സിനെ കിട്ടുമോ അറിയാൻ വേണ്ടി വിളിച്ചിരുന്നു. അപ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട്, ജ്വല്ലറിയും ടെക്സ്റ്റൈൽസൊക്കെ ഉള്ള ബാലേന്ദ്രമേനോൻ്റെ വീട്ടിലേക്കല്ലേ? അപ്പോൾ കമല പറയുന്നുണ്ട്, അതെ. ഹോം നേഴ്സ് റെഡിയാ, ഈ മുനിസിപ്പൽ കോംപ്ലക്സിലുള്ള ഞങ്ങളുടെ ഓഫീസിലേക്ക് വന്നാൽ മതി. ഇന്ന് തന്നെ കിട്ടുമോ? അപ്പം അയാൾ പറയുന്നുണ്ട്, ആൾ റെഡിയാ, അഡ്വാൻസ് തന്ന് നിങ്ങൾ കൂട്ടിക്കൊണ്ട് പോക്കോ. ഓക്കെ. അപ്പോൾ കമല വൈജയന്തിയോട് പറയുന്നുണ്ട്, ഹോം നേഴ്സ് റെഡിയാ. അപ്പോൾ വൈജയന്തി ചോദിക്കുന്നുണ്ട്, പ്രായം എത്രയുണ്ടാവും? ചെറുപ്പക്കാരികളൊന്നും വേണ്ട. അപ്പം കമല പറയുന്നുണ്ട്, അതൊന്നും നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല, അവർ തരുന്ന ആളെ കൊണ്ടുപോവുക. പ്രായം സൗന്ദര്യമൊക്കെ നോക്കി സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനൊന്നുമില്ല. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, ആരെയായാലും വേണ്ടില്ല, മറ്റവളെ അവിടെ നിന്ന് ഓടിക്കണം. അപ്പോൾ കമല ചോദിക്കുന്നുണ്ട്, ഇനി ഈ പുതിയ ഹോം നേഴ്സിനെ ബാലേന്ദ്രന് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, ബാലേന്ദ്രന് ഇഷ്ടപ്പെടേണ്ട കാര്യമൊന്നുമില്ല, എൻ്റെ അമ്മയെ നോക്കാനുള്ള ഹോം നേഴ്സിനെ ഞാനാ തീരുമാനിക്കുന്നത്. അത് ശരിയാ, അപ്പോൾ ബാലേന്ദ്രനെ കെയർ ചെയ്യാൻ? അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, അതിനല്ലേ ഞാൻ ലീവ് എടുത്ത് നിന്ന് നോക്കിക്കോളാം. അപ്പോൾ കമല എരികേറ്റാൻ വേണ്ടി പറയുന്നുണ്ട്, അതിന് നിന്നെ വേണ്ടല്ലോ ബാലേന്ദ്രന്, ചോരയും നീരുള്ള പെമ്പിള്ളാരുള്ളപ്പോൾ എന്തിനാ ഒരു തൈക്കളവി? അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ മക്കൾ സംസാരിച്ചോളും, അവരെന്നോട് സമ്മതിച്ചിട്ടുണ്ട്. കൃഷ്ണമോള് പറഞ്ഞു വഴക്ക് തീരുന്നുണ്ടെങ്കിൽ അവൾ എൻ്റെ കൂടെ നിൽക്കാമെന്ന്, അമ്മയെക്കൊണ്ട് ഞാൻ സമ്മതിപ്പിക്കും. അപ്പോൾ കമല ചോദിക്കുന്നുണ്ട്, എന്നിട്ടും ബാലേന്ദ്രൻ വഴങ്ങിയില്ലെങ്കിലോ?
അതിന് പിള്ളേരുടെ അടുത്ത് അഭ്യാസമൊന്നും നടക്കത്തില്ല. രോഹിത് സംസാരിച്ചോളും ബാലേന്ദ്രനോട്. അപ്പം കമല ചോദിക്കുന്നുണ്ട്, അപ്പം നീ രണ്ടും കൽപ്പിച്ച ആളല്ലേ? അതേ കമലടുത്തേ, ആത്മഹത്യ ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെ വൈജയന്തി പോവാൻ നിൽക്കുകയാണ് കേട്ടോ. ആ സമയം കാറിൻ്റെ കീ നോക്കിയിട്ട് കാണാനില്ല. അപ്പം ഇങ്ങനെ തെരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പം കമല വന്ന് ചോദിക്കുന്നുണ്ട്, എന്നതാ വൈജയത്തപ്പന്നേ, എൻ്റെ കാറിൻ്റെ കീ കാണുന്നില്ല. അവിടേക്ക് ഹരി കയറി വരുന്നുണ്ട് കേട്ടോ. അപ്പം കമല ചോദിക്കുന്നുണ്ട്, എടാ നീ വൈജയുടെ കാറിൻ്റെ കീ കണ്ടോ? അപ്പം കീ ഹരിയുടെ കയ്യിലുണ്ട് കേട്ടോ. അപ്പോൾ അവ ഇത് എടുത്ത് കാണിച്ചിട്ട് പറയുന്നുണ്ട്, ഇതല്ലേ സാധനം. അപ്പം വൈജയന്തി ചോദിക്കുന്നുണ്ട്, എൻ്റെ കാറും കൊണ്ട് നീ എങ്ങോട്ട് പോയി? അപ്പം ഹരി എന്തോന്നാണോ പറയുന്നുണ്ട് കേട്ടോ. അപ്പം വൈജയന്തി പറയുന്നുണ്ട്, കമലടുത്തി ഇവ എൻ്റെ കാറും കൊണ്ടുപോയി എന്തോ ഉടായ്പ് കാണിച്ചിട്ട് വരുവാ. അപ്പം ഹരി പറയുന്നുണ്ട്, അയ്യോ ഒന്നുമില്ല ആൻറ്റി. അപ്പം ഹരിയുടെ പെങ്ങൾ പറയുന്നുണ്ട്, ഇനി ഗേൾ ഫ്രണ്ടിനെ എങ്ങാനും ക്ലാസ്സിൽ പോയി ഇട്ടിട്ട് വരുമായിരിക്കും, നീ പോടി. അപ്പം വൈജയന്തി പറയുന്നുണ്ട്, കമലടുത്തി ഇവനൊന്ന് സൂക്ഷിച്ചോ, സകല തരികടിയുണ്ട് ഇവൻ്റെ കയ്യിൽ. അപ്പോൾ കമല പറയുന്നുണ്ട്, രോഹിത്താ ഇവനെ കൊണ്ട് വഴി പിഴപ്പിക്കുന്നേ, വൈജ അവനെ കൂടി ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാ. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, ശരി ശരി. ഇവൻ കടപ്പാട്ടൂർ വന്ന് എന്തൊക്കെ കുഴപ്പങ്ങൾ കാണിച്ചു എന്ന് കമലടുത്തേക്ക് അറിയാവോ? രോഹിത് എന്തായാലും ഇങ്ങോട്ട് വന്നിട്ടില്ലല്ലോ ഇവനെ വഴി പിഴപ്പിക്കാനായിട്ട്. അപ്പം കമല പറയുന്നുണ്ട്, എല്ലാം എനിക്കറിയാം, രണ്ടുപേരും കണക്കാ. നമ്മൾ രണ്ടുപേരും ഇനി അത് പറഞ്ഞ് തല്ല് പിടിക്കണ്ട. വൈജ ചെല്ല്. അങ്ങനെ വൈജയന്തി കാറിൻ്റെ കീ ഹരിയുടെ നിന്ന് വാങ്ങുന്നുണ്ട് കേട്ടോ. ഡാ, കാർ എടുക്കുമ്പോൾ ഒന്ന് ചോദിക്കേണ്ട മര്യാദയില്ലേ? അപ്പം ഹരി പറയുന്നുണ്ട്, ചോദിച്ചാൽ ആൻറ്റി തരത്തില്ലല്ലോ. ശരി ശരി, ഇതൊന്നും നല്ലതിനല്ല കേട്ടോ. അങ്ങനെ പറഞ്ഞ് വൈജയന്തി പോകുന്നുണ്ട് കേട്ടോ അവിടെ നിന്ന്. അങ്ങനെ പുതിയ ഹോം നേഴ്സിനെയും കൊണ്ട് വൈജയന്തി കടപ്പാട്ടൂർ വീട്ടിലെത്തുന്നുണ്ട് കേട്ടോ. വീടിൻ്റെ വലിപ്പമൊക്കെ കണ്ട് ഹോം നേഴ്സ് ഞെട്ടുന്നുണ്ട്, വലിയ വീടാണല്ലോ. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, അകത്തോട്ട് കയറി നോക്കുമ്പോഴാണ് ശരിക്കുള്ള വലിപ്പം അറിയാൻ പറ്റുന്നത്. അപ്പോൾ ബബിതയാണ് കേട്ടോ വാതിൽ തുറക്കുന്നത്. അപ്പോൾ ബബിത ചോദിക്കുന്നുണ്ട്, ആരാ അമ്മ ഇത്? പുതിയ ഹോം നേഴ്സാ, സുമിത്ര. ആണോ? അച്ഛനെ നോക്കാൻ വേണ്ടിയാണോ? അച്ഛനെ മാത്രമല്ല അമ്മയും കൂടി നോക്കാൻ വേണ്ടിയാ. അപ്പം അലീനയോ? അവളെ ഞാൻ ഇന്ന് പറഞ്ഞു വിടും. അതിന് അച്ഛൻ സമ്മതിക്കുമോ? അച്ഛനെ നോക്കാൻ ഹോം നേഴ്സ് വേണമെന്നല്ലേ ഉള്ളൂ, അതിന് അലീനെ തന്നെ വേണമെന്നില്ലല്ലോ. അങ്ങനെ സുമിത്രേനെയും കൊണ്ട് വൈജയൻ്റെ ഉള്ളിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ വീടിൻ്റെ ഉള്ളിലുള്ള ഓരോ സ്ഥലവും പുതിയ ഹോം നേഴ്സിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ വൈജയന്തി. അപ്പോൾ ഹോം നേഴ്സ് പറയുന്നുണ്ട്, എനിക്ക് സീരിയലെല്ലാം കാണണം, വൈകിട്ട് 6 മുതൽ 10 വരെ. പിന്നെ ഉച്ചയ്ക്കത്തെ സീരിയലും കാണണം, അത് 2:30 മുതൽ 5:30 വരെ. അപ്പോൾ വൈജയന്തി ചോദിക്കുന്നുണ്ട്, അപ്പോൾ ജോലിയൊക്കെ എപ്പോൾ ചെയ്യും? അപ്പോൾ ഹോം നേഴ്സ് പറയുന്നുണ്ട്, അതൊക്കെ ഞാൻ രാവിലെ തന്നെ തീർക്കും, 12:30 മുമ്പ് എൻ്റെ പണിയെല്ലാം കഴിയും. ഇതൊന്നും വൈജയന്തിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ, എന്നാലും സഹിക്കുകയാണ് ആൾ. അങ്ങനെ ഹോം നേഴ്സിനെയും കൊണ്ട് മുത്തശ്ശിയുടെ റൂമിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. വൈജയന്തിനെ കണ്ടതും മുത്തശ്ശി ചോദിക്കുന്നുണ്ട് കേട്ടോ, ആ വൈജയ്, നീ ഇപ്പോഴാണോ വരുന്നത്? ഇന്നലെ പോയതല്ലേ? നിനക്ക് പിന്നെ ചോദിക്കാനും പറയാനും ആരുമില്ലല്ലോ. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, ഞാൻ കൊല്ലപ്പള്ളിയിലോട്ടാണ് പോയത്, എൻ്റെ വീട്ടിൽ പോവാൻ ഞാൻ ആരോടൊക്കെ ചോദിക്കണം. അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, നീ ബാലേന്ദ്രനോട് പറഞ്ഞായിരുന്നോ? അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, എനിക്ക് മനസ്സിലായിരുന്നു പറയാൻ. എന്നോട് പറഞ്ഞിട്ടാണോ ബാലേന്ദ്രൻ കോയമ്പത്തൂർ പോയത്? ഒരു പാലട്ടാ അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കണ്ടേ? അങ്ങനെ പുതിയ ഹോം നേഴ്സിനെ വൈജയന്തി ഉള്ളിലേക്ക് വിളിക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങ് വാ സുമിത്രേ. അപ്പം മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, ഇതാരാ വൈജയ്? ഇതാണ് പുതിയ ഹോം നേഴ്സ്, അമ്മേനെ നോക്കാൻ വന്നതാ. എന്നെ നോക്കാൻ അലീനയില്ലേ? അലീനയ്ക്ക് പകരാ കൊണ്ടുവന്നത്. അപ്പം മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, അതിന് അലീന എങ്ങോട്ട് പോകുന്നു? അവളിപ്പോൾ പോവുമല്ലോ. കഴിഞ്ഞ ദിവസം അവൾ പറയുന്നത് അമ്മ കേട്ടതല്ലേ, പോകാൻ വേണ്ടി എല്ലാം പാക്ക് ചെയ്ത് വെച്ചേക്കുക, എപ്പോൾ വേണേ പോകാൻ റെഡിയാണെന്ന്. അതിന് അവളോട് ബാലേന്ദ്രൻ പോണ്ടാന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, ഇനി ഇവളെ നമുക്ക് വേണ്ടമ്മേ, ഇവളെയും കാരണം ഇത്രയും പ്രശ്നങ്ങൾ ഈ വീട്ടിലുണ്ടായില്ലേ. ഇവൾക്ക് പോവാനാ താല്പര്യം, നമ്മൾ എന്നതിനാ തടഞ്ഞു നിർത്തുന്നേ? അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, ഈ വന്നവർക്ക് അറിയാവോ പ്രായമായവരെ നോക്കാൻ, അതോ മൊബൈലും ടിവിയും കണ്ട് സുഖിച്ചിരിക്കാൻ വന്നതാണോ? അപ്പോൾ അലീന പറയുന്നുണ്ട് കേട്ടോ, ഞാൻ ഇന്ന് തന്നെ പോയിക്കോളാം, ബാലേന്ദ്രൻ സാറിനോടൊന്ന് പറയണം, അത്രേ ഉള്ളൂ. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, ബാലേന്ദ്രനോട് നീ പറയണ്ട, ഞാൻ പറഞ്ഞോളാം നീ പോയെന്ന്, നീ അങ്ങ് പോയേച്ചാൽ മാത്രം മതി. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ബാലേന്ദ്രൻ്റെ അടുത്തൊന്ന് ചോദിച്ചിട്ട് മതിയായിരുന്നു ഇത്. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, ബാലേന്ദ്രനെ പോലെ തന്നെ ജോലി ചെയ്യുന്ന ആളാണ് ഞാനും,
എനിക്ക് ഈ വീട്ടിൽ ഒരധികാരമില്ലേ? അപ്പോൾ ഇത്രയാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിക്കാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പുതിയ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്